കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ച് 2018 പ്രളയത്തിൽ ഈ നാടിനെ രക്ഷിച്ച സൈന്യമാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ. വീണ്ടും ഞാൻ സർക്കാരിന് വേണ്ടി അഭിമാനപൂർവ്വം ഓർക്കുകയാണ്. അവരുടെ ജീവിതത്തിന് കൂടുതൽ സുരക്ഷയും കരുതലും ഉണ്ടാകണം എന്നാണ് ഗവൺമെന്റ് ആഗ്രഹിച്ചത്. ആ കരുതൽ സുരക്ഷിതത്തിന്റെയും ഭാഗമായിട്ടാണ് കടലിന്റെ മക്കൾക്ക് പുനർഗേഹം എന്നൊരു പദ്ധതി 2500 കോടി രൂപ ചെലവിൽ പിണറായി വിജയൻ ഗവൺമെന്റ്, ഒന്നാം ഗവൺമെന്റ് ആവിഷ്കരിച്ചത്. കടലിന്റെ മക്കൾക്ക് കടലെടുക്കാത്ത ഒരു ജീവിതം ഉണ്ടാക്കുക, ആ നിശ്ചയദാർഢ്യത്തിന് അടയാളമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന സഫലം എന്ന ഫ്ലാറ്റ് സമുച്ചയം. ഈ പദ്ധതി ആവിഷ്കരിക്കാൻ ഇടവന്ന കാരണം പ്രകൃതികളും വേലിയേറ്റങ്ങളും തീരദേശ ജീവിതത്തെ ആശങ്കപ്പെടുത്തുകയാണ്. വേലിയേറ്റ രേഖയിൽ നിന്നും ഏകദേശം 50 താമസിക്കുന്ന സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണം. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. ഭവനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വഴിയോരങ്ങളിലും ഗോഡൌണുകളിലും കെട്ടിടങ്ങളിലും ഒക്കെ അനാഥം പേറി ജീവിക്കുകയാണ് അവർ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചത്. ഇതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഫിഷറീസ് വകുപ്പിന്റെ ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്നുമായി ഈ തുക കണ്ടെത്തി നമ്മൾ നടപ്പാക്കുകയാണ്. വീട് എന്നതിലുപരിയായിട്ട് ഒരു ജീവിത എല്ലാവർക്കും ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതി വഴി സർക്കാർ ലക്ഷ്യമിട്ടത്. അത് അങ്ങേയറ്റം സാധിച്ചു എന്നതാണ് അഭിമാനത്തോടെ എനിക്ക് പറയാനുള്ളത്. ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കടൽക്ഷോഭം മൂലം വീട് തകർന്ന ഒരുപാട് ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ അവര് ഒറ്റപ്പെട്ട് താമസിക്കേണ്ടി വന്നു. അത് ഈ ഗവൺമെന്റ് വരുന്ന അതിനു മുമ്പുള്ള 2016 മുമ്പുള്ള കാലത്തെ പ്രകൃതിക്ഷോഭം. പക്ഷെ 2016 അവരെല്ലാം പുനരധിവസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കുമ്പോൾ ആ പദ്ധതിയുടെ ഭാഗമായി ഇന്നിപ്പോ കേരളത്തിലെ ഒരു ഗോഡൌണിലും ഒരു സർക്കാർ കെട്ടിടത്തിലും അനാഥത്വം പേറുന്ന ഒരു മത്സ്യത്തൊഴിലാളിയും ഇല്ല എന്ന അഭിമാനകരമായ നേട്ടമാണ് നമ്മൾ നേടിയത്. ഒരാളുമില്ല. ഇവിടെ ഇപ്പൊ അപേക്ഷകർ കുറവാണ്. 204 ഫ്ളാറ്റുകളിൽ അപേക്ഷകർ കുറവായതുകൊണ്ട് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അല്ലെങ്കിൽ അതിദരിദ്രരായിട്ടുള്ള ആളുകളെ നമ്മളിപ്പോ കണ്ടെത്തി അവർക്ക് കൂടി സഹായം ചെയ്യുകയാണ്. തിരുവനന്തപുരം ജില്ല മാത്രമേ ഉള്ളൂ ഇപ്പോ കാര്യമായി അപേക്ഷകർക്കുള്ളത്. ബാക്കിയുള്ള ജില്ലകളിലൊക്കെ കൊടുത്തു കഴിഞ്ഞു. 9108 കുടുംബങ്ങളാണ് ഈ തരത്തിൽ മാറി താമസിക്കാൻ അല്ലെങ്കിൽ വീടില്ലാത്തവരായിട്ടുണ്ടായിരുന്നത്. അതില് 5478 വീടുകളാണ് നമ്മളിപ്പോ ഏതാണ്ട് പൂർത്തീകരണ ഘട്ടത്തിലെത്തിയത്. 3498 വീടുകളുടെ താക്കോല് കൊടുത്തു കഴിഞ്ഞു. ഈ സഫലം ഫ്ളാറ്റ് ഉൾപ്പെടെ 1980 ഫ്ളാറ്റുകൾ ഇപ്പോ താക്കോല് കൊടുക്കാറുണ്ട്. നിർമ്മാണം ദ്രുതഗതി നടന്നുകൊണ്ടിരിക്കുകയാണ്. മാറി താമസിക്കാൻ സമ്മതിച്ചിട്ടുള്ള ആളുകൾ ഇനി 3000 മാത്രമേ ഭവനം കൊടുക്കാനുള്ളൂ. അതിന് പ്രധാനപ്പെട്ട പ്രശ്നം കടൽ പ്രദേശത്തു മാറി താമസിക്കാൻ മത്സ്യത്തൊഴിലാളികൾ തയ്യാറല്ല. അപ്പൊ തൊട്ടടുത്ത് തന്നെ ഭൂമി കണ്ടെത്തുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമ്മൾ അലട്ടുന്നത്. ഇപ്പോ നമ്മള് വലിയ തുറയിൽ 400 ഫ്ളാറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചാണ് താക്കോൽ കൊടുത്തത്. ഒരു ഫ്ളാറ്റിന് 30 ലക്ഷം രൂപ ചെലവ്. അത് 10 ഏക്കർ സ്ഥലം സർക്കാർ ഭൂമി നമ്മൾ മൃഗസംരക്ഷണ വകുപ്പിന്റെ എടുത്ത് അവർക്ക് പകരം സ്ഥലം കൊടുത്തിട്ടാണ് നമ്മൾ ആ സ്ഥലത്ത് 400 ഫ്ളാറ്റ് ഉള്ളത്. പ്രശ്നം എന്തായാലും ശരി, ഈ 3600
കൂടി ഇത് കൊടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ നമ്മൾ ഉടനെ സ്വീകരിക്കും. തിരുവനന്തപുരത്തെ കാരാട്, വലിയതുറ, ഭീമാപ്പള്ളി, കൊല്ലത്തെ QSS കോളനി, മലപ്പുറത്തെ പൊന്നാനി, ഉണ്ണിയാല്, ഇവിടെ എല്ലാം തന്നെ ഈ സമുച്ചയങ്ങൾ പണിത് പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടെ മണ്ണുംപുറത്ത് 204 ഫ്ളാറ്റുകളാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടമായി നിർമ്മാണം പൂർത്തിയാക്കിയ 84 ഫ്ളാറ്റുകളാണ് ഇന്ന് ഗുണഭോക്താക്കൾ സമർപ്പിക്കുന്നത്. ഈ മണ്ണുംപുറം പദ്ധതിക്കായി 26.5 കോടി രൂപയുടെ ഭരണാനുമതിയാണ് സർക്കാർ നൽകിയത്. ഫ്ളാറ്റ് നിർമ്മാണത്തിൽ STP പ്ലാന്റ്, വൈദ്യുതി, ശുദ്ധജലം, ചുറ്റുമതിൽ തുടങ്ങിയ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത, ഇത് പിണറായി ഗുണഭോക്താക്കൾ മാത്രമായി പരിമിതിപ്പെടുത്തിയിട്ടില്ല. തീരദേശത്തെ ഏറ്റവും അർഹരായ 40 അതിദാരിദ്ര്യ കുടുംബങ്ങൾക്കും ഇവിടെ ഇടം നൽകിയിട്ടുണ്ട്. കൂടുതൽ പ്രദേശത്തു നിന്നാണ് അങ്ങനെയുള്ള ആളുകളെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കൂടാതെ ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കാത്ത ഭൂരഹിതരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ മാർഗരേഖകൾ ആവശ്യം. ഈ കരുതലാണ് സർക്കാരിന്റെ മുഖമുദ്ര. നിലവിൽ മാറി താമസിക്കാൻ സന്നദ്ധ അറിയിച്ച ബാക്കിയുള്ള കുടുംബങ്ങളെ കൂടി വരും പക്ഷേ സുരക്ഷിത മേഖല നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം വാക്കുകളിൽ ഞാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല. ഞാൻ അഭിമാനത്തോടെ 5 വർഷം 10 വർഷം ചരിത്രത്തിൽ വലിയ മാറ്റം സമരം പോലും ചെയ്യാൻ അത്രമാത്രം ഗവൺമെന്റ് അവരെ ചേർത്ത് പിടിച്ചു. വിഴിഞ്ഞത്തെ വളരെ അച്ഛനൊക്കെ എന്നെ കാണാൻ അവരുടെ സ്കൂളിൽ അധികം അച്ഛൻ അത് ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു. ആ ദിവസം ഞാനില്ല. അത് എന്നോട് പറഞ്ഞു, നിങ്ങളെയൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം വിഴിഞ്ഞത്ത് പ്രമുഖം വന്നപ്പോ അവരുമായിട്ടുണ്ടാക്കിയിരിക്കുന്നത് ഈ പൂർണ്ണമായി ആ പ്രശ്നം കൂടെ അതിന് ഡിമാൻഡായിരുന്നു. ഈ +2 ക്ലാസ് കോഴ്സ് കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു പൈസ മത്സ്യത്തൊഴിലാളികൾ മുടക്കണ്ട. അവരെവിടെ വരെ പഠിക്കാൻ സൗകര്യമായി. ഫിഷറീസ് യൂണിവേഴ്സിറ്റി മാറി. ഇപ്പോ പല രാജ്യങ്ങളുമായിട്ടുള്ള കൊളാബറേഷൻ നടക്കുകയാണ്. ഇപ്പൊ ഞാൻ ഫ്രാൻസിൽ പോയപ്പോൾ യൂണിവേഴ്സിറ്റിയും നമ്മുടെ യൂണിവേഴ്സിറ്റി ടൈപ്പായി. നാക്കിന്റെ A ഗ്രേഡ് കിട്ടി. 2024 ഞാൻ മന്ത്രിയായ ശേഷം നമ്മുടെ ഗവൺമെന്റ് ശേഷമാണ് യൂറോപ്പിൽ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. മത്സ്യത്തൊഴിലാളിയുടെ കുട്ടിക്ക് യൂറോപ്പിൽ പഠിക്കണം, അമേരിക്കയിൽ പഠിക്കണം, നമ്മൾ കാശ് കൊടുത്ത് പഠിക്കും. ചെറിയ കാര്യം. നിങ്ങൾ ഈ തീരദേശ സ്കൂളെല്ലാം നോക്കിയ ഈ സ്കൂളിൽ നിന്ന് എല്ലാ നമ്പറും 57 സ്കൂൾ ഞങ്ങൾ വിടുന്നു. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടെ 10 സ്കൂളുണ്ട്. ടെക്നിക്കൽ സ്കൂളാണ്. ഹോസ്റ്റൽ 1000 കുട്ടികൾ താമസിക്കുന്ന 10 സ്കൂളുണ്ട്. ആ 10 സ്കൂളിൽ 53 കോടി രൂപ മുടങ്ങി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക. എല്ലാം ഹൈടെക് സ്കൂളുകൾ, നമ്പർ 1 സ്കൂൾ. ഇവിടെ എല്ലാം ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാനുള്ള 3 കിട്ടും. ആകെ ചെയ്യാൻ 3 സ്കൂളുകൾ. അതിൽ പണം കൊടുക്കും, ഒരു പ്രശ്നമില്ല. അതെന്താ കയ്യെഴുത്താൻ പറ്റിപ്പോയതാ പുള്ളിക്ക്. സ്ഥലമില്ല, അതാ കാശില്ലാത്തോണ്ടല്ലേ. ആരോഗ്യ കേന്ദ്രങ്ങൾ എടുക്കുക. കെട്ടിടം, തീരദേശ ആരോഗ്യ മേഖല, തീരദേശ റോഡുകള്. ദേശത്ത് വന്നിരിക്കുന്ന ഈ അഭൂതപൂർവ്വ മാറ്റം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് നിശ്ചയമാണ്. ഞങ്ങൾ 2 പദ്ധതി യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺക്ലേവ് നടത്തി കേരളത്തിലെ ഫിഷറീസ് 1 ലക്ഷം കോടി രൂപ ആലോചനയാണ്. അടുത്തൊരു ഗവൺമെന്റ് വന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആ പദ്ധതിയും ഒപ്പം നബാർഡിന്റെ 3000 കോടിയുടെ പദ്ധതിയും അടുത്ത വർഷം അടുത്ത ഗവൺമെന്റ് ഉൽപ്പന്നം വരുന്നത് ചെയ്യും. സംശയമൊന്നും വേണം. കാരണം വന്നേ പറ്റൂ. കാരണം ഇത് ചെയ്യാൻ പറ്റിയാലും വേണ്ടേ.